Good morning, all of you. All of you, mark your attendance. Mark your attendance. Okay. Take your MS notebook or social notebook, as you like. Miss rough note ആണെങ്കിൽ മതിയോ? Okay. Or rough note. Miss paper എഴുതിക്കോട്ടെ. Okay. അപ്പോൾ take A4 sheet. ഏതായാലും മതി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി എഴുതിയിരിക്കണം. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. കാരണം ക്വസ്റ്റ്യൻസ് നിങ്ങളെ നോട്ട്ബുക്ക് തന്നെ ഉണ്ടെങ്കിൽ ഡിക്റ്റേഷനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു ഡിക്റ്റേഷൻ ബുക്കിലോ അല്ലെങ്കിൽ റഫ് ബുക്കിലോ നിങ്ങൾ അതത് സബ്ജക്റ്റിന്റെ നോട്ട്ബുക്കിലോ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും പ്രയോജനമായിരിക്കും. അതുകൊണ്ടാണ് മിസ് പറയുന്നത് ഒരു A4 ഷീറ്റിലാണെങ്കിൽ നമ്മളത് വേസ്റ്റ് ആക്കി കളയും അല്ലേ? അതുകൊണ്ടാണ് മിസ് പറയുന്നത് എന്ത് ചെയ്യാ, നിങ്ങൾ പരമാവധി നിങ്ങളെ ഇങ്ങനെ എഴുതുന്നതാണ് എക്സാമെല്ലാം നല്ലത്. ഓക്കെ, നിങ്ങളുടെ ആസ് യു ലൈക്ക് മിസ് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. എടുത്തില്ലേ ഏതായാലും നിങ്ങളുടെ ബുക്ക്? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരും നോക്കിയിട്ട് എഴുതണ്ട. നിങ്ങൾ എന്തായാലും ഞാനിപ്പോ ഈ ഇട്ട ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. അത് നമുക്ക് ബൈഹാർട്ടായിട്ട് പഠിക്കുന്ന വേണ്ട, നമ്മൾ അന്നേരം തന്നെ ക്ലാസ്സിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ഡെഫിനിഷൻ നമ്മൾ അന്ന് തന്നെ പഠിച്ചതാണ് ഇവിടുന്ന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേണം എന്തായാലും അറിയോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നിങ്ങൾക്ക് പഠിച്ച അതേ ക്വസ്റ്റ്യൻ ഞാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് രൂപത്തിൽ ഇടുന്ന അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ബിറ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു സൈസ് there are dash types of industries. Yes, എന്താ സഫ? ഉത്തരം മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് ബിറ്റില് 1 എന്നിട്ട് അതിന്റെ ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അക്കോർഡിംഗ് ടു സൈസ് there are dash types of industries. ഓപ്ഷൻ ഞാൻ തരുന്നില്ല, നിങ്ങൾക്കറിയാലോ. അതെ, കറക്റ്റ് അറിയലോ, കൈകൊണ്ടൊന്നും കാണിക്കണ്ട. ഓക്കെ, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. അക്കോർഡിംഗ് ടു സൈസ് there are ഞാൻ മദറിന്റെ വീട്ടിലല്ലേ, അതുകൊണ്ട് ഞാൻ ബുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട്ബുക്ക് ഏതൊന്നും നിന്റെ കയ്യിലില്ലേ? ഒന്നും ഇല്ലാതെയാണോ നീ ക്ലാസ്സിന് വന്നേ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഒരു പേപ്പർ കിട്ടുമോ? പേപ്പർ കിട്ടുമോ? യെസ് മിസ്. ഓക്കെ, അപ്പൊ പേപ്പറിൽ എഴുതിക്കോ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ബിറ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതായത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് സോഷ്യലിന്റെ ക്ലാസ് ആണ്, പിന്നെ ഞാനത് മലയാളത്തിൽ റിപ്പീറ്റ് ചെയ്യണല്ലോ ഇഷ്ടാന്ന് പറയാതില്ല. അപ്പോ അക്കോർഡിംഗ് ടു സൈസ് there are dash types of industries. ഇനി അതിന്റെ മലയാളം ആദ്യം പറയണോ? അക്കോർഡിംഗ് ടു സൈസ്, സൈസിന്റെ അടിസ്ഥാനത്തില് there are ഇൻഡസ്ട്രിയെ എത്രയോ ആയിട്ട് വിഭജിച്ചിട്ടുണ്ട് അല്ലെ? അത് എത്രയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഓപ്ഷൻസ് പറയുന്നത് എന്തിനാ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. 3 or 4. ഓക്കെ, അതും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, ഓപ്ഷൻസ് പറയുന്നത് ഞാൻ അങ്ങനെ ഇട്ടതാണ് മനഃപൂർവ്വം. ഓക്കെ ഓക്കെ, ജുവലൊക്കെ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് റിലു കഴിഞ്ഞു. നെക്സ്റ്റ് ആരൊക്കെ കഴിഞ്ഞു? എഴുതിയോ? ഫസ്റ്റ് വൺ എഴുതി ഫിനിഷ്. എസ് സെൽന കഴിഞ്ഞു. ബെനീറ്റ, ജൂലിയറ്റ്, മുഹമ്മദ് ഷാൻ, ഓക്കെ, ആവണി മഹേഷ്, കീർത്താലക്ഷ്മി, സാമുല്, ഓക്കെ, ഏഞ്ചൽ റോസ്, ഫാത്തിമ ഷമ, എല്ലാരും എഴുതി. ഓക്കെ, ഇന്ന് ആരാധ്യ പ്രജിത്ത് ലീവാണല്ലേ? അപ്പോ എഴുതിയല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു സൈസ് there are dash types of industries. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ് ഡാഷ്.
നിയർ സിറ്റീസ് ഓർ വില്ലേജസ് ഏതാണ് നിങ്ങൾക്കറിയാം? എഴുതിക്കും. ഞാൻ അതിന് ഓപ്ഷൻ പറഞ്ഞു. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ് ഡേഷ്. എവിടെയാണ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാകുന്നത്, സ്ഥിതി ചെയ്യുന്നത്? ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ഡേഷ് അല്ല, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ് ഡേഷ്. ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ നിയർ സിറ്റീസ് ഓർ വില്ലേജസ്. ഫിനിഷ്? യെസ്, വെരി ഗുഡ്. എല്ലാവർക്കും ഫിനിഷ് ആണോ? തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. സിദ്ധാന്ത് ക്ലിയർ ആണോ മോനെ? യെസ്. അപ്പൊ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയാം അല്ലേ? ഗുഡ്സ് ആർ മെയ്ഡ് ഇൻ എ ഡേഷ്. പാർക്ക് ഓർ ഫാക്ടറി? ഒന്നും കൂടെ പറയുവോ? തേർഡ് ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ. ഗുഡ്സ് ആർ മെയ്ഡ് ഇൻ എ ഡേഷ്. ഓപ്ഷൻസ് വേണമെങ്കിൽ പാർക്ക് ഓർ ഫാക്ടറി. മിസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ മിസ് പറഞ്ഞത്. ഗുഡ്സ് ആർ മെയ്ഡ് ഇൻ എ ഡേഷ്. പാർക്ക് ഓർ ഫാക്ടറി. അപ്പൊ ഇപ്പൊ 3 ക്വസ്റ്റ്യനാ പറഞ്ഞത്. അതിൽ ഒന്നാമത്തത് അക്കോർഡിംഗ് ടു സൈസ് there are dash types of industries. Second question, large scale industries are located dash. മൂന്നാമത്തത് goods are made in a dash. മിസ് ഫസ്റ്റ് വേർഡ് മിസ്. യെസ് സാമുവൽ, എന്താണ് നാലാമത്തെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത് 3 എഴുതി കഴിഞ്ഞോ? യെസ്. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ. പറയട്ടെ. ബ്രെഡ് ഈസ് എ dash raw material or finished good. Bread is a dash raw material. Options ഞാൻ പറയുന്നത് raw materials or finished good. Okay. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ആണോ പറയണ്ടേ? ബ്രെഡ് അറിയാലോ നിങ്ങൾക്ക്. ബ്രെഡ് ഈസ് എ ഡേഷ് റോ മെറ്റീരിയൽ ഓർ ഫിനിഷ്ഡ് ഗുഡ്. അതിലേതാണ് ബ്രെഡ്? റോ മെറ്റീരിയൽ ആണോ ഫിനിഷ്ഡ് ഗുഡ് ആണോ? നിങ്ങൾ എഴുതിക്കോ. Did you finish? Yes. Okay. അപ്പൊ 4 എണ്ണാണ് ഉള്ളത് ഫസ്റ്റ് ബിറ്റിൽ. ഇനി സെക്കൻഡ് ബിറ്റ് എന്താണ്? ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ആൻസർ ദ ഫോളോയിങ്. അപ്പൊ അതില് ഒന്നാമത്തെ, വാട്ട് ഈസ് ആൻ ഇൻഡസ്ട്രി? വാട്ട് തിങ്സ് ഡു യു നീഡ് ടു സെറ്റ് അപ്പ് ആൻ ഇൻഡസ്ട്രി? വാട്ട് ഈസ് ആൻ ഇൻഡസ്ട്രി? What things do you need to set up an industry? ആരും നോക്കിയിട്ടൊന്നും ഇൻഡസ്ട്രിയിൽ ഒന്നും ക്വസ്റ്റ്യൻ ആൻസർ എഴുതണ്ട. ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കിയിട്ടൊന്നും എഴുതണ്ട. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചാണ് ഈ റെഗുലർ ക്ലാസ്സിന് ഇവിടുന്ന് ഇൻഡസ്ട്രിയുടെ ഡെഫിനിഷൻ ഒക്കെ പഠിപ്പിച്ചാണ്. ഓപ്ഷൻസ് ഉണ്ടോ മിസ്? ഏത് ക്വസ്റ്റ്യൻ ആൻസറിനോ? ഇത് ആൻസർ എഴുതേണ്ടിയാണ്. ഇതിൽ എന്ത് ചെയ്യാൻ ഓപ്ഷൻസ് ഇടാനാ? മറ്റേത് കഴിഞ്ഞു 4 എണ്ണം. ഫസ്റ്റ് ബിറ്റ് ചോദ്യം ഒന്നും കൂടി പറയോ? Okay. What is an industry? What things do you need to set up an industry?
വാട്ട് ഈസ് ആൻ ഇൻഡസ്ട്രി? എന്താ ഇൻഡസ്ട്രി എന്നാൽ എന്ത്? ഇൻഡസ്ട്രിയുടെ ഡെഫിനിഷൻ എഴുതുക. നെക്സ്റ്റ്, what things do you need to set up an industry? മിസ് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. What is an industry? ഇതൊക്കെ അറിയില്ലേ ഇൻഡസ്ട്രിയിലെ ഡെഫിനിഷൻ? എഴുത്. നിഹാര പഠിച്ചില്ലേ? നിഹാര എഴുതാൻ പറ്റുന്നില്ല. ഞാൻ പറയില്ലേ. Juliet, finish. What are large-scale industries? What are large-scale industries? What are large-scale industries? ജുവലെ ജോമൽ ഉണ്ടോ ഇവിടെ? അപ്പൊ ഫിനിഷ് ആണോ എല്ലാവർക്കും? യെസ്, ഓക്കെ. അപ്പോ എല്ലാവരും എഴുതി കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞേ? നോ മിസ്. ആർക്കാണ് ഫിനിഷ് ആവാതെ? നിതക്കാണോ? ഷഹ്മ. ഷഹ്മ വേഗം എഴുത്. 2 ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ചോദിച്ചുള്ളൂ, ഇനിയും ഉണ്ട് അതില്. അപ്പൊ നിങ്ങൾ അത് മുഴുവൻ നല്ലതുപോലെ പഠിക്കണം, നന്നായി വായിച്ചാൽ മതി. എന്നാൽ തന്നെ അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മുടെ പാഠപുസ്തകം നല്ല വൃത്തി പഠിച്ചല്ലേ. ഫോട്ടോ എടുത്ത് അയച്ചായിരുന്നോ? ഓക്കെ, ഞാൻ പറയാം. ഫിനിഷ് ആയോ എല്ലാവർക്കും? ഷഹ്മ? യെസ്, ഷഹ്മ ഫിനിഷ് ആയി. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ആൻസർ വായിക്കാം. നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ആർക്കാ ഫിനിഷ് അല്ലാത്ത? ഷഹ്മ വി. ഷഹ്മ വി ഫാസ്റ്റ്. Okay, did you finish? Okay, finish ആയിരിക്കുമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വായിക്കാം. According to size, there are dash types of industries എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചത് അല്ലേ? എത്രയാ? 3 types അല്ലേ? 3 types എന്നാണ് എഴുതേണ്ടത്. 3 എഴുതിയവർക്കാണ് അതിന്റെ ആൻസർ കറക്റ്റ്. 4 എഴുതിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 3 എഴുതിയവർ എത്ര പേരുണ്ടോ ഒന്ന് കൈ കാണിച്ചു തന്നെ. കറക്റ്റ് ആണ് എല്ലാവരും എഴുതിയത്. ഓക്കെ, ഇതിന്റെ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തരേണ്ടതാണ്. അപ്പൊ ശരി കേട്ടോ, 3 ആണെങ്കിൽ ശരി. 3 types of industries.
Next, second question. Large scale industries are located dash. Answer it. Near cities. Near cities. Okay, very good. Near cities nane ശരി ഉത്തരം. Right answer. Tick it up. Right ആണെങ്കിൽ tick it. ആരെങ്കിലും നോക്കിയിട്ട് എഴുതിയിട്ട് ശരിയാക്കിയിട്ടുണ്ടോ? ഇനി അത് മായ്ക്കൊന്നും വേണ്ട, ഇപ്പൊ തന്നെ എനിക്കത് സെൻഡ് ചെയ്യണം. ഇത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ക്ലാസ്സിന്റെ എൻഡിങ്ങിൽ. നെക്സ്റ്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഗുഡ്സ് ആർ മെയ്ഡ് ഇൻ എ ഡാഷ്. Factory. ഓക്കെ, വെരി ഗുഡ്. ഫാക്ടറി. അപ്പൊ ഫാക്ടറി റൈറ്റ് ആൻസർ. മിസ് ശരിയായ ആൻസേഴ്സിനെല്ലാം ടിക്ക് ഇടണോ? ആ, ശരിയായതിന് ശരിയാണെങ്കിൽ ടിക്ക് ഇട്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? തെറ്റിടണം. ഓക്കെ. ഇനി ബ്രെഡ് ഈസ് എ ഡാഷ്. Finished good. Okay, very good. Finished good. Okay, right answer, finished good. അപ്പൊ 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അതിൽ പറഞ്ഞത്. ഓരോ മാർക്ക് വീതാണ്. അപ്പൊ നിങ്ങൾ മാർജിനിൽ 4 ശരിയായവർ എന്തിടണം? 4 നിടും. 4 മാർക്ക് നിടും. അപ്പൊ 1 മാർക്ക് വീതമുള്ള 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ 4 മാർക്ക്. നെക്സ്റ്റ്, നമ്മൾ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ അതിൽ ഒന്നാമത്തത്, വാട്ട് ഈസ് ആൻ ഇൻഡസ്ട്രി? വാട്ട് തിങ്സ് ഡു യു നീഡ് ടു സെറ്റ് അപ്പ് ആൻ ഇൻഡസ്ട്രി? എന്താ അതിന്റെ ആൻസർ മക്കളെ? വാട്ട് ഈസ് ആൻ ഇൻഡസ്ട്രി? The process of making Ah. product in a factory is called an industry. Raw material, human labor. ഓക്കെ, ഞാൻ വായിക്കാം. ആൻസർ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതിയെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഇടണം. Process of making a particular product using machines in a factory is called an industry. Raw materials, machines, power supply, human labor, money and transport are some things needed to set up an industry. ഇത്ര എഴുതിയവർക്ക് ശരിയിടാം. ഇനി ഇൻഡസ്ട്രി മാത്രമേ ആൻസർ ചെയ്തുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇത് 3 മാർക്കാണ് ഞാൻ ഇതിന് പറഞ്ഞിട്ടുള്ളത്. 2 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇട്ടത്. 3 മാർക്സ് വീതമുള്ള 2 ക്വസ്റ്റ്യൻസ്. അതിന് നിങ്ങൾക്ക് 1.5 മാർക്കേ ഇടാൻ പറ്റും. 2 ക്വസ്റ്റ്യൻ അതിലുള്ളത്. ഇത് ഒന്ന് ആദ്യത്തെ വാട്ട് ഈസ് ആൻ ഇൻഡസ്ട്രി, പിന്നെ അതിന്റെ ചുവടെ വന്നത് ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നത്? വാട്ട് ഡു തിങ്സ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞില്ലേ ഇതിന്റെ കൂടെ തന്നെ, എന്ത്? വാട്ട് തിങ്സ് ഡു യു നീഡ് ടു സെറ്റ് അപ്പ് ആൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. അതും കൂടി എഴുതിയവർക്ക് മാത്രമേ 3 മാർക്കുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഇടുക 3. അപ്പൊ മാർജിനിൽ നിങ്ങൾ 3 ഇടും. നെക്സ്റ്റ് നമ്മൾ ചോദിച്ച ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ് അല്ലെ? എന്താണ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്? ആൻസർ ഏതാ? Large scale employ than thousands of workers. Large scale industries employ thousands of workers. A large number of goods are produced with big machines. അല്ലേ? അത്രയെങ്കിലും എഴുതിയവർ എന്ത് ചെയ്യാ? അതിന് ശരിയില്ല. വേണമെങ്കിൽ ഹൈലി ഇതും കൂടെ എഴുതാൻ വേണമെങ്കിൽ ഹൈലി ട്രെയിൻഡ് വർക്കേഴ്സ് ആർ നീഡഡ്. അത് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് എത്ര പേരെങ്കിലും എഴുതിയെങ്കിലും ഓക്കെ, കറക്റ്റ്. ഞാൻ നീഡ് വരെ എഴുതിനി. നീഡഡ് വരെ എഴുതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിട്ട ക്വസ്റ്റ്യൻ. അപ്പൊ അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 3 മാർക്ക് കിട്ടും. ഷഹുമ എത്ര മാർക്ക് കിട്ടി? ഷഹുമ ടോട്ടൽ? അപ്പോ ഈ 2 ക്വസ്റ്റ്യനും ആൻസർ എഴുതി നിങ്ങൾ ആ 1 വേർഡും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയായി? ടോട്ടല് 10 മാർക്ക് ഔട്ട് ഓഫ് 10ലാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പൊ നിങ്ങൾക്ക് 10 ഉണ്ടെങ്കിൽ ഓക്കെ, 10 താഴെ ഇടും, അതേപോലെ മുകളിലും വരച്ചിട്ട് 10 ഇടും. ഇനി 9 ഉള്ളെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്നിന് 1 മാർക്കോ 1.5 മാർക്കോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് നിങ്ങൾ ഇടണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഫോട്ടോ മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. എല്ലാ കുട്ടികളും തരണം, എല്ലാ മക്കളും തരണം. ഇപ്പൊ തന്നെ അത് സെൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങളിപ്പൊ നോക്കി ആ ഒരു പേപ്പർ, നിങ്ങളുടെ മാർക്ക് ഇട്ട പേപ്പർ, ആ ഒരു പേപ്പർ എനിക്ക് സെൻഡ് ചെയ്യണേ. മാർക്ക് മാത്രമല്ല, ക്വസ്റ്റ്യൻ എഴുതിയതും ആൻസർ എഴുതിയതും. ഓക്കെ അല്ലേ? മിസ്സേ ഫുൾ മാർക്ക് എത്രയാ? ഫുൾ മാർക്ക് 10.
അതായത് 4 മാർക്കിന്റെ ആ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 4. പിന്നെയുള്ളത് ഏതാ 3 3 6 മാർക്ക്. അത്രയാണ് ഇട്ടത്. ടോട്ടൽ എത്ര 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 10 നമ്മൾ ഇട്ടത്. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട്? 10 ഔട്ട് ഓഫ് 10 ഉള്ളവരൊന്ന് കൈവക്കിയേ. ഞാൻ ഇവിടെ പേര് എഴുതി വെക്കാം. ഒരു മിനിറ്റ്. 10 ഔട്ട് ഓഫ് 10 ഉള്ളവരൊന്ന് കൈവക്കിയേ. റിലു, നെക്സ്റ്റ് എഡ്വിൻ, പിന്നെ ആരാ? റിലു, അബിദിനെട്ടു. നെക്സ്റ്റ് 3 പേർക്കേ ഉള്ളൂ 10 ഔട്ട് ഓഫ് 10. നിഹാൽ എത്ര മാർക്ക്? 3. 1 3. എന്തേ ജോമലെ ഏതാ തെറ്റിയത്? എനിക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ആൻസർ കിട്ടിയില്ല. ഞാൻ പഠിച്ചില്ല അല്ലേ ജോമലെ? ഞാൻ പഠിച്ചില്ല. പിന്നെ ആരാ? നിഹാരൊക്കെ ഏതൊക്കെ തെറ്റി? കേൾക്കുന്നില്ല. നവമിക്ക് ഏതൊക്കെ തെറ്റി? നവമി കേൾക്കുന്നില്ല. സെൽന, ജോയൽ ഇവിടെ മിണ്ടാതിരിക്കുന്നപ്പുറം. 4. നല്ല മാർക്കുണ്ട്. ഓക്കെ, എനിക്കൊന്ന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരണേ, നോക്കട്ടെ. അപ്പൊ അത് ഇമ്പോസിഷൻ ഉണ്ട് തെറ്റിയത് കേട്ടോ. അടുത്ത ദിവസം ഞാൻ നോക്കിയിട്ട് പറയാം. അത് പഠിച്ചിട്ടേ മുമ്പോട്ട് പോകുന്നു. ലാസ്റ്റ് വണ്ണിന്റെ ആൻസർ ഞാൻ പറഞ്ഞില്ലേ മക്കളെ? ഓക്കെ, നമുക്ക് ഇനി 1 മിനിറ്റേ ഉള്ളൂ, ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് നമ്മൾ പറഞ്ഞത്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എംപ്ലോയ് thousands of workers. A large number of goods are produced with a big machine. Highly trained workers are needed.